പരിശുദ്ധവും പരിപാവനവുമായ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യ വെള്ളിയാഴ്ച. ഈ വെള്ളിയാഴ്ചയിൽ ഇന്ന് നമ്മൾ പഠിക്കുക മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മൂസാ നബിക്ക് പഠിപ്പിച്ചു കൊടുത്ത ജീവിതത്തിന്റെ പാപങ്ങളെല്ലാം കഴുകിക്കളയുന്ന ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്ന് ഉറപ്പ് പറഞ്ഞ, അതുപോലെ മീസാനിൽ നന്മയുടെ ഭാരങ്ങൾ അധികരിപ്പിക്കുന്ന ഏത് കാര്യത്തിനും അള്ളാഹു പരിപൂർണമായി വിജയം നൽകുമെന്ന് പറഞ്ഞ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ നാം ചൊല്ലൽ പ്രത്യേകം സുന്നത്തുള്ള മൂസാ നബിക്ക് അള്ളാഹു സമ്മാനമായി കൊടുത്ത അത്ഭുതത്തിന്റെ ഒരു ദുആയെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുക. അതോടൊപ്പം വെള്ളിയാഴ്ചയിൽ ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങളെ പറ്റി പറയുന്ന ഒരു വീഡിയോ ആണ് ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കാൻ പോവുക. അള്ളാഹു പഠിക്കുവാനും പകർത്തുവാനും പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാം അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. എൻ്റെ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തവും പറയലും കേൾക്കലുമെല്ലാം ഒരു സൽപ്രവർത്തനമാക്കി അല്ലാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവുകൾ എന്ന ആശയവുമായി വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ നിങ്ങളിലേക്ക് എത്തുകയാണ്. അൽഹംദുലില്ലാഹ്, നിങ്ങൾ ഓരോ വീഡിയോകളും ഓരോ അറിവുകളും നിങ്ങൾ സ്വീകരിക്കുന്നു, നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു എന്ന വിശ്വാസം നമുക്കുണ്ട്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഈ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുന്ന പ്രവർത്തനമാക്കി അല്ലാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പവിത്രമായി പറഞ്ഞ വല്ലാതെ പ്രതിഫലമുള്ള ഒരുപാട് പുണ്യങ്ങളുടെ പ്രതിഫലങ്ങൾ വാരിക്കോരി തരുന്ന ഒരു മാസമാണ് ദുൽഹിജ്ജ മാസം. ആ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യ 10 ദിനരാത്രങ്ങൾ വലിയ മഹത്വമാണ്. ആ 10 ദിനരാത്രങ്ങളിലുള്ള ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് നാം ഉള്ളത്. ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച നമുക്കറിയാം ദിവസങ്ങളുടെ നേതാവാണ്. ഇന്ന് നമ്മൾ പഠിക്കുക ഒരു അത്ഭുതത്തിന്റെ പ്രാർത്ഥനയാണ്. ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യ 10 ദിനരാത്രങ്ങളിൽ നമ്മൾ എപ്പോഴും ചൊല്ലേണ്ട, ഒരു വട്ടമെങ്കിലും ചൊല്ലിയിരിക്കേണ്ട, ജീവിതത്തിൽ ചേർത്തു പിടിക്കേണ്ട അത്ഭുതകരമായ ഒരു ദുആ ഉണ്ട്. ഈ ദുആ എന്ന് പറഞ്ഞാൽ മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സമ്മാനമായി കൊണ്ടുകൊടുക്കാൻ അള്ളാഹ് കൽപ്പിച്ചു കൊടുത്ത അത്ഭുതത്തിന്റെ ഒരു പ്രാർത്ഥനയാണ്. നമുക്കറിയാവുന്ന പ്രാർത്ഥനയാണ്. ചില പദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്നു എന്നല്ലാതെ വലിയൊരു ദുആയായി നമ്മൾ കാണണ്ട, വലിയൊരു ദിക്റായി നമ്മൾ കാണണ്ട. വളരെ ചുരുക്കമുള്ള ചെറിയൊരു ദുആയായി നാം കാണുകയും ജീവിതത്തിലെ 10 ദിനരാത്രങ്ങളും മുടങ്ങാതെ ചൊല്ലിയ നമുക്കൊന്നാമതായി കിട്ടുന്ന സമുദ്രത്തിന്റെ തിരമാലകളുടെ നുരയ്ക്ക് തുല്യം അവന്റെ പാപം ചെയ്താലും അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഈ ദുആ പതിവാക്കുന്നവർക്ക് സമുദ്രത്തിന്റെ തിരമാലകളുടെ കണക്കനുസരിച്ച് പാപങ്ങളെ പൊറുക്കും. രണ്ടാമത്തത്, ആ മനുഷ്യന്റെ ഈമാന് ബലമുണ്ടാകും. ശൈത്താന്റെ കുബുദ്ധികൾക്ക് പെട്ടുകൊണ്ട് ഈമാൻ നഷ്ടപ്പെട്ടു പോകൂല, ഈമാൻ ഒരു ബലഹീനതയും സംഭവിക്കൂല. വല്ലാതെ ആ തഖ്വയുള്ള ഏറ്റവും ഉറപ്പുള്ള ഈമാനായി അവന്റെ ഈമാൻ അല്ലാഹ് മാറ്റുമെന്നാണ്. മൂന്നാമത്തതോ, മീസാനിൽ നന്മയുടെ ഭാരം അധികരിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നാളെ മഹ്ശറയിൽ ആരെയും തിരിച്ചറിയാത്ത 3 സന്ദർഭങ്ങളുണ്ട് ആയിഷ. ഒന്നാമത്തെ ഇൻദൽ മീസാൻ, അത് മീസാൻ എന്ന തുലാസിലാണ്. നന്മ തിന്മകൾ തൂക്കുമ്പോൾ വാപ്പ പ്രശ്നമില്ല, ഉമ്മ പ്രശ്നമില്ല, ആരും പ്രശ്നമില്ല. നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ മാത്രമേ നമ്മൾ തിരിഞ്ഞു നോക്കുള്ളൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്ന് മീസാൻ എന്ന തുലാസാണ്. അവിടെ നമ്മുടെ നന്മയുടെ ഭാരം അധികരിപ്പിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നാലാമത്തത്, നമുക്ക് ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരില്ല. നമ്മൾ എപ്പോഴും അള്ളാഹിനോട് ദുആ ചെയ്യാറുണ്ട്, പക്ഷെ പലപ്പോഴും ആ ദുആക്ക് ഇജാബത്ത് നമുക്ക് കിട്ടുന്നില്ല. എന്നാൽ ഈ പരിശുദ്ധമായ ദിക്ർ ദുആ നമ്മൾ ജീവിതത്തിലേക്കൊന്ന് ദുൽഹിജ്ജ മാസത്തിന് 10 ദിനരാത്രങ്ങൾ ചേർത്തു പിടിക്കാൻ നമ്മൾ തുടങ്ങിയാൽ അവന്റെ ദുആക്ക് അല്ലാഹു ഇജാബത്ത് കൊടുക്കുമെന്ന് മഹത്തുക്കൾ. അവന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം കൊടുക്കുന്ന പ്രാർത്ഥനകളാക്കി അല്ലാഹു പരിഗണിക്കപ്പെടുന്ന ഒരു അത്ഭുതത്തിന്റെ ദിക്ർ. അഞ്ചാമത്തത് മഹാരഥന്മാർ പറയുന്നു, അവൻ എപ്പോ ചൊല്ലുന്നുവോ അവിടെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും. വീട്ടിലിരുന്നാണോ, വാഹനത്തിലിരുന്നാണോ, കച്ചവട സ്ഥാപനങ്ങളിലിരുന്നാണോ, എവിടെയാണോ അവനിരുന്ന് ചൊല്ലുന്നത് അവിടെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും, മലക്കുകളുടെ ദുആ ഉണ്ടാകും, മലക്കുകളുടെ പ്രാർത്ഥന ഉണ്ടാകുമെന്ന് മഹാരഥന്മാർ. മലക്കുകളുടെ സാന്നിധ്യമാണ് ഈ ദുആ ചെയ്യുന്നിടത്ത് എന്ന് ഹദീസുകൾ നമുക്ക് കാണാം. അതുപോലെ ആറാമത്തത്, ഏതൊരു കാര്യത്തിൽ ഇറങ്ങിയാലും അവിടെ നസ്റുല്ലാഹ്, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. ഈ ദിക്ർ പതിവാക്കുന്നവർ എവിടെ ഇറങ്ങിയാലും തൊടുന്നതെല്ലാം പൊന്നാണെന്ന് പറയുന്നത് പോലെ എല്ലാ കാര്യത്തിലും വിജയമാണ്, എല്ലാത്തിലും അള്ളാഹുവിന്റെ നസ്ർ കൊടുക്കും. ഏഴാമത്തതോ, അവന്റെ എല്ലാ ശർറിൽ നിന്നും അവനെ രക്ഷപ്പെടുത്തും. വരാനിരിക്കുന്ന ആപത്ത് മുസീബത്തുകളെ തടയിടാൻ ഈ അത്ഭുതത്തിന്റെ ദിക്ർ കഴിയുമെന്ന് മഹാരഥന്മാർ. മാത്രമല്ല, മഹാരഥനാകുന്ന ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹ് ഇറക്കി കൊടുത്ത കിതാബാണ് ഇഞ്ചീൽ. ഇഞ്ചീൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പോലും ഇത് പറയുന്നുണ്ട്. പിന്നെ അതിന്റെ അത്ഭുതം വിശദീകരിക്കാനുണ്ടോ? അപ്പൊ എന്റെ പ്രിയമുള്ളവരെ, അത്രമാത്രം മഹത്വമുള്ള വിശദീകരിക്കുന്നില്ല, കുറേ പറയാനുണ്ട്. പക്ഷെ
കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവെന്നാണ് നമ്മുടെ ആശയം. നമ്മൾ അങ്ങനെയാണ് ഉയർത്തിപ്പിടിക്കുക. ഒരുപാട് സമയം നീട്ടിക്കൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. പഠിക്കാനുള്ള കാര്യം വേഗത്തിലൊന്ന് പറഞ്ഞു തരിക, അതാണ് നമ്മുടെ ലക്ഷ്യം. അള്ളാഹു അങ്ങനെ മുന്നോട്ട് പോകാൻ ഭാഗ്യം തരട്ടെ എൻ്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് തന്നെ ഈ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ജിബ്രീൽ മുഖേന അള്ളാഹു അറിയിച്ചു കൊടുത്ത ഈ പറയപ്പെട്ട 7-8ഓളം പ്രതിഫലങ്ങൾ അള്ളാഹു വാരിക്കോരി തരുന്ന പർവ്വത സമാനമായ ദുൽഹിജ്ജ മാസത്തിന്റെ പ്രതിഫലങ്ങളെല്ലാം വാരിക്കോരി എടുക്കാൻ കഴിയുന്ന ദുൽഹിജ്ജ മാസത്തിന്റെ 1 മുതൽ 10 വരെയുള്ള ദിനരാത്രങ്ങൾ നമ്മൾ ചൊല്ലേണ്ട അത്ഭുതത്തിന്റെ ദുആ. ഏതാണ് ആ ദുആ? അതാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. വലുതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട, മനസ്സിൽ വളരെ ആത്മാർത്ഥതയോടെ ചൊല്ലിക്കോളിൽ. ആ ദുആ നമ്മൾ സ്ക്രീനിൽ കാണിക്കും, നോക്കി നമ്മൾ വായിച്ചു നോക്കിയേ. ഏതാണ് ആ ദുആ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹീ വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ഇലാഹൻ വാഹിദൻ അഹദൻ സ്വമദൻ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അഹദുൻ സമദുൻ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹീ വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഹസ്ബിയല്ലാഹു വകഫാ സമിഅല്ലാഹു ലിമൻ ദആ ലൈസ വറാ അല്ലാഹി മുൻതഹാ. ഈ ദുആ അത്ഭുതത്തിന്റെ പ്രാർത്ഥനയാണ്. ഈ ദുആ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാണ്, സ്വഹാബത്തെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മൂസാ നബിക്ക് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ദുൽഹിജ്ജ മാസത്തിന്റെ 10 ദിനരാത്രങ്ങളും നമ്മളത് ചേർത്ത് പിടിക്കണം. എങ്കിൽ അവന് കിട്ടുന്ന പർവ്വത സമാനമായ പ്രതിഫലം അള്ളാഹു ആദരിച്ച അടിമകളുടെ കൂട്ടത്തിൽ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന മുഹബ്ബീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു അവനെ ഉൾപ്പെടുത്തുമെന്നാണ് ഈ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ചേർത്ത് പിടിക്കുന്നു. ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം ഈ ദുൽഹിജ്ജ മാസത്തിന്റെ 2ാമത്തെ ദിനത്തിലാണ് നാം ഉള്ളത്. ഇനി വരാനിരിക്കുന്ന 10 ദിനരാത്രങ്ങൾ, 8 ദിനരാത്രങ്ങൾ അവസാന ഈ ആദ്യത്തെ 10-ൽ നമ്മൾ ചേർത്ത് പിടിക്കണം. അതോടൊപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ്. നമ്മൾ എല്ലാ ആഴ്ചയും സൂചിപ്പിക്കുന്നത് പോലെ വെള്ളിയാഴ്ച നമ്മൾ സൂറത്തുൽ കഹഫ് നമ്മൾ പാരായണം ചെയ്യണം, സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യണം. അതുപോലെ സ്വലാത്ത് നമ്മൾ അധികരിപ്പിക്കണം. അതോടൊപ്പം നമ്മൾ എല്ലാവിധ എത്രയോ സ്വലാത്തുകളുണ്ട്, അറിയാവുന്ന സ്വലാത്തുകൾ നമ്മൾ അധികരിപ്പിക്കണം. അതോടൊപ്പം നമ്മൾ ചെയ്യാനുള്ളത്, നമ്മൾ ഒരുപാട് ഇബാദത്തുകൾ കൊണ്ട്, പ്രാർത്ഥനകൾ കൊണ്ട്, തക്ബീറുകൾ കൊണ്ട്, തസ്ബീഹുകൾ കൊണ്ട് നമ്മൾ ഇന്നത്തെ ദിവസത്തെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകണം. ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യ വെള്ളിയാഴ്ചയാണ്. നഖം നമ്മൾ മുറിക്കണം, രോമങ്ങളൊക്കെ നമ്മൾ നീക്കം ചെയ്യണം. ഉദ്ഹിയ കൊടുക്കാനുള്ളവർ ചെയ്യരുത്, അല്ലാത്തവർ അതൊക്കെ ചെയ്യണം. അതോടൊപ്പം ഒരുപാട് സൽപ്രവർത്തനങ്ങൾ, സ്വതക്ക അധികരിപ്പിക്കണം, കുടുംബ ബന്ധം ചേർക്കണം, പിണക്കങ്ങൾ മാറ്റണം. അങ്ങനെ തുടങ്ങിയുള്ള സൽപ്രവർത്തനങ്ങൾ നമ്മൾ അധികരിപ്പിക്കണം. തക്ബീർ ചൊല്ലാൻ നമ്മൾ മടി കാണിക്കരുത്. മൃഗങ്ങളെ കാണുമ്പോൾ നമ്മൾ തക്ബീർ ചൊല്ലുക. അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ വാപ്പമാരെ, ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യ വെള്ളിയാഴ്ച നിങ്ങൾ മുൻകഴിഞ്ഞ വെള്ളിയാഴ്ചകൾ എങ്ങനെയാണോ പള്ളി പോവുക അതുപോലെ പോകരുത്. കുറച്ച് നേരത്തെ പോവുക, ആ പള്ളിയിൽ ചെന്നിരിക്കുക, ഇഅ്തികാഫിന്റെ നിയത്ത് വെക്കുക. പടച്ചവനെ നീ പവിത്രമാക്കിയ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ വൽ ഫജ്ർ വലയാലിൽ അശ്ർ, 10 ദിനരാത്രങ്ങൾ അതിന്റെ ആദ്യ വെള്ളിയാഴ്ചയാണ്. പടച്ചോനെ ഇനിയൊരു ആദ്യത്തെ 10ന്റെ ആ ഒരു വെള്ളിയാഴ്ച എനിക്ക് കിട്ടുമെന്നറിയില്ല. അതുകൊണ്ട് പടച്ചോനെ നീ സ്വീകരിക്കണമെന്ന നീയത്തോടെ വാപ്പമാരെ നേരത്തെ പള്ളിയിൽ പോകി. ഉമ്മമാരെ അടുക്കളയിൽ സമയം വെറുതെ പാഴാക്കാതെ നിങ്ങൾ വേഗം ഒന്ന് ഉളുവ ചെയ്ത് കുളിച്ച് റെഡിയായി ഉളുവൊക്കെ ചെയ്ത് വേഗം ഒന്ന് പരിശുദ്ധമായി മുസല്ല വിരിച്ച് നിസ്കാരപ്പായിൽ ജുമഅയുടെ ബാങ്കിന് പ്രതീക്ഷിച്ചിരിക്കും. നിങ്ങൾക്ക് ഈ പ്രതിഫലം കിട്ടുമെന്നാണ്. നമസ്കാരം കഴിഞ്ഞും എൻ്റെ ഉപ്പമാരെ നിങ്ങൾ ധൃതിപ്പെട്ടു പോകരുത്. റബ്ബിനോട് ചോദിക്കും. ആ പള്ളിയുടെ പരിസരത്ത് ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറാളികളെ നിങ്ങൾ മറന്നു പോകരുത്. ആ ഖബറാളികളെ നിങ്ങൾ സിയാറത്ത് ചെയ്യും, ഒരു സലാമെങ്കിലും പറയും, ഒരു ഫാത്തിഹയെങ്കിലും ഓതി. അതവർക്ക് വലിയ പിടിവള്ളിയാണെന്ന് മറന്നു പോകല്ലേ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ എപ്പോഴും ചേർത്തു പിടിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നസീബാക്കി തന്നനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ പ്രാർത്ഥന അത് അത്ഭുതത്തിന്റെ പ്രാർത്ഥനയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതുപോലെ ഇഞ്ചീൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പോലും രേഖപ്പെടുത്തപ്പെട്ട അള്ളാഹുവിനോട് സംസാരിച്ച പ്രവാചകനാകുന്ന മൂസാ നബിക്ക് അള്ളാഹ് അറിയിച്ചു കൊടുക്കണമെന്ന് ജിബ്രീലിനോട് കൽപ്പന കൊടുത്ത അത്ഭുതത്തിന്റെ ദുആ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ എത്ര പാപങ്ങൾ ചെയ്തവരാ. ഈ പാപങ്ങളെല്ലാം അള്ളാഹു കഴുകിക്കളയുമെന്ന് ഉറപ്പാണ്. എന്തേ? ദുൽഹിജ്ജ മാസത്തിന്റെ 1 മുതൽ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളൊക്കെ 10 ദിനരാത്രങ്ങളും ഈ ദിക്റൊന്ന് ചെല്ലണം. എൻ്റെ ഉമ്മമാരെ ഒരു വട്ടമെങ്കിലും ഒന്ന് ചൊല്ലി ഇതൊന്ന് എഴുതിയെടുത്തൊന്ന് പഠിക്കും. കാണാതെ പഠിക്കണമെന്നില്ല, കണ്ടെങ്കിലും ഒരു വട്ടം നിങ്ങളൊന്ന് ചൊല്ലി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.
ഇൻഷാ അല്ലാഹ്. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾ നിങ്ങൾ സ്വീകരിക്കണം, നിങ്ങൾ ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. അറിവ് മറ്റുള്ളവർക്ക് എത്തിക്കൽ സ്വതക്കയാണ്. അൽഹംദുലില്ലാ, കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവെന്ന ആശയവുമായി വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ നിങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. അൽഹംദുലില്ലാ, നിങ്ങൾ ഇതുവരെയും നൽകിയ സപ്പോർട്ടുകൾ ഇനിയും തുടർന്നുണ്ടാകണമെന്ന് ഉണർത്തുകയാണ്. ഈ അറിവുകളൊക്കെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ അല്ലാഹ് കബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇതുപോലെയുള്ള പുതിയ പുതിയ അറിവുകളുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടണം. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം ഈ വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറൻ തീരം എന്ന ആത്മീയ മജ്ലിസ് എല്ലാ ദിവസവും രാത്രി 9 മണിക്കാണ് ബദറൻ തീരം എന്ന യൂട്യൂബ് ചാനലിലൂടെ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനലിൽ രാവിലെ ഉപകാരപ്രദമായ ഒരു വീഡിയോ, വൈകുന്നേരം ദിക്ർ ദുആ മജ്ലിസാണ് ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം ബദറൻ തീരം എന്ന ചാനലിലൂടെ എല്ലാ ദിവസവും രാത്രി വെള്ളിയാഴ്ച ഒഴികെ രാത്രി 9 മണിക്ക് മഹാന്മാരുടെ ചരിത്രം പാടി പറയുന്ന ഒരു മജ്ലിസ് ഉണ്ട്. ഹദ്ദാദ് റാത്തീബും തിബ്ബുസ്സലാത്തും അസ്മാഉൽ ഹുസ്നയും ചൊല്ലുന്ന ആയിരങ്ങൾ സംഗമിക്കുന്ന മജ്ലിസ് നിങ്ങളെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. അതിലും ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ നിങ്ങൾ ദുആരക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുആരക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.